വെയ്ക്കണ കാലത്തൊക്കെ എന്റെ മക്കളെ ഞാൻ നന്നായിട്ട് നോക്കിണ്ട്. ഇതിപ്പോ എനിക്ക് വയ്യാതായിരിക്കുമ്പോ എന്നെ നോക്കാൻ ആരില്ല. തള്ളപ്പടി വരുന്നുണ്ടല്ലോ. എല്ലാ മക്കളുടെ അടുത്തും പോയിട്ട് ലാസ്റ്റ് ഇങ്ങോട്ടാ വലിഞ്ഞു വരുന്നത്. ഇനി അവള് കണ്ടാ വാളെടുക്കും. മനസ്സമാനം നഷ്ടപ്പെട്ടു. എല്ലായിടത്തും പോയിട്ട് നിങ്ങൾക്ക് മതിയായോ? അനക്കാ മാനെ എന്നോട് ഇത്തിരിയിലും സ്നേഹമുള്ളൂ. എന്നാ അങ്ങോട്ട് ഉള്ളിലേക്ക് പൊയ്ക്കോളി. എന്താ മാനെ എന്റെ പെണ്ണിന്റെ മോന്ത് ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ? എന്നെ കണ്ടേ കാരണം ആവൂലേ? അവളുടെ സ്വഭാവം ഉമ്മ നിങ്ങൾക്ക് പണ്ടേ അറിയുന്നതല്ലേ. എടാ ഞാനേ എന്റെ സുബൈറിന്റെ അടുത്ത് പോവാ. അവൻ ഞാൻ നന്നായി നോക്കിക്കോളും. ചെല്ലും അങ്ങോട്ട് പോയാ പന്തടിച്ച പോലെ ഇങ്ങോട്ട് വരും. സുബൈറിന്റെ പെണ്ണിന് ആ ഗേറ്റ് പൂട്ടിണ്ടാവോ? വണ്ടി ഇവിടെ ഇരിക്കണ്ടല്ലോ. ആ സുബൈർ അവിടെ ഇരിക്കണ്ടേ? ആ വരുന്നുമ്മ. സുബൈറെ ഇവിടെ ആരുമില്ലേ? പെണ്ണും കുട്ടികളൊക്കെ വിരുന്ന് പോയിക്കുക. ഞാൻ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് 2 ദിവസമായിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, സിദ്ധിക്കാടെ വീട്ടിലേക്ക് പോയിക്കോളി. കൊറേ ദൂരമുണ്ടല്ലോ. 50 റുപ്യ തന്നെ. നിങ്ങളൊന്നും ഉണ്ടായിട്ട് നമ്മുടെ പ്രാന്തായിട്ട് ഇവിടെ ഇരിക്കുന്നത് അറിയാം. നിങ്ങൾക്കൊന്നും അവിടെ നിന്നൂടെ? ആൺമക്കള് വേറെണ്ടല്ലോ. മനുഷ്യൻ തൊഴിൽകേട്. എന്റെ സിദ്ധിമോൻ ഉണ്ടായാ മതിയായിരുന്നു അവിടെ. ഉമ്മെന്താ ഈ വൈക്ക്? അല്ല മോനെ, ഉമ്മ വരുമ്പോ ഇത് എങ്ങടാ ഈ വാതിലൊക്കെ പൂട്ടിട്ട്? അല്ലമ്മ, ഇക്ക് എറണാകുളം വരെ പോവാണ്ടേ. അല്ല മോനെ, എന്റെ കുട്ടികളും പെണ്ണുകളൊന്നും ഇവിടെ ഇല്ലേ? അവള് ജോലിക്ക് പോയിക്കണേ. അപ്പൊ നാളെ മറ്റുള്ള സ്കൂളില്ലാത്ത കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞാൽ അവളോടക്ക്. അവളിപ്പോ ജോലി കഴിഞ്ഞ് വരുമ്പോ നേരെ അങ്ങോട്ട് പോയിക്കോളാനാ പറഞ്ഞേ. എനിക്ക് എറണാകുളത്തേക്ക് പോവാണ്ട്. ഉമ്മ ഒരു കാര്യം ചെയ്യും, ഉമ്മ വല്യക്കാടത്തേക്ക് പോയിക്കോളി. ഞാൻ എന്റെ സുൽത്തുമോന്റെ അടുത്തേക്ക് പോട്ടെ. ഇതൊരു 10 റുപ്യ ആട്ടിക്കേ. അല്ലമ്മ, ഇന്ത്യയിലിപ്പോ പൈസ ഒന്നുമില്ല. അപ്പൊ എനിക്കിപ്പോ ഗൂഗിൾ പേ ആണ്. ഉമ്മക്കിപ്പോ ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പതുക്കെ നടന്നോളി. എന്നാ ശരി മോനെ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇനിയിപ്പൊ എവിടെ പോയാലൊക്കെ ഒരു ആശ്രയം ഉണ്ടാവുക. എന്താടി ഈ തെരഞ്ഞോക്കണ്? എന്റെ അരിവാളേ അറിയാനേ. എവിടെ കൊണ്ടച്ചി? അവനാന്റെ മുതൽ അവനാൻ തന്നെ സൂക്ഷിക്കണം. എന്താ മനുഷ്യ പറഞ്ഞു നിങ്ങള്? ഇതിന് വന്ന പുല്ലൊക്കെ പിന്നാരി വല്ല പാമ്പും ഉണ്ടാകും. കൊറേ നേരം വന്നിക്കണ്. അല്ല കാര്യത്താ, എവിടുന്നാ നടന്ന് ക്ഷീണിച്ച് വരുന്നേ? ഞാൻ എന്റെ മക്കളുടെ അടുത്ത് പോയി വരിക. അപ്പൊ എന്താ വേഗം പോകും നിങ്ങള്? 2 മക്കളുടെ അടുത്ത് ചെന്നോക്കുമ്പോ അതില്ല മോനെ. ഒരു മകന്റെ അടുത്ത് ചെന്നോക്കുമ്പോ അവരുടെ മോന്ത ഇങ്ങനെ. ഒരു ഓട്ടോറിക്ഷയെങ്കിലും വിളിച്ച് പോരായിരുന്നില്ലേ? വണ്ടി വിളിച്ച അമ്മാന്റെ കയ്യിലൊന്നും പൈസ ഇല്ല. നിങ്ങളൊരു 50 റുപ്യ കൊടുക്കുക. നമ്മുടെ കാര്യത്തല്ലേ. ഇതില് 150 ഉണ്ട്. അതൊന്നും വേണ്ട മോനെ. നിങ്ങൾ എന്റെ ഉമ്മാനെ പോലെ ഇത് കയ്യിൽ വെച്ചോളി. എന്നാ പോവാ ബാ. തല വെച്ചിട്ട് വയ്യ. കുറച്ച് ചായ ഉണ്ടാക്കി തരണം കേട്ടോ. അല്ല, നിങ്ങൾ ഈ വയസ്സാം കാലത്ത് നിങ്ങളെ പഞ്ചായത്ത് ഇപ്പോൾ നിർത്തിയില്ല? ഇവള് പാടത്തായിരുന്നു. അവളുടെ അരിവാളി എറിഞ്ഞിറക്ക. എവിടെ കൊണ്ടുപോയി കളഞ്ഞു? പയ്യന് പുല്ലരിയാൻ പോയതാ. അതെ, ഈ റോട്ടുകൂടുള്ള പ്രേമ നിങ്ങൾക്ക് കുടിയിലൊന്നും കുടുംബത്തിനും സ്ഥലമില്ല. അതിനേ ഞങ്ങക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതാ. ബൈ. ഈ വയസ്സാം കാലത്തെ കാലത്തിന്റെ ഒക്കെ ഒരു പോക്ക്. അങ്ങാടി പോയിട്ടേ ഞാൻ കുറച്ച് പച്ചമീൻ വാങ്ങിട്ട് വരാം. ഇത് നല്ല കുടിക്കാൻ
പടച്ച റബ്ബേ ചലിച്ചോ കൊണ്ടുവന്നോളാ വണ്ടി കയറി പോകും. ശുക്കൂറേ, ആ ചക്കശൂർ നിർത്തമ്മ. ഞാൻ അതൊന്ന് ഓടിച്ചു നോക്കണ്ട. അമ്മ അവർക്കൊന്നും അത് ഓടിക്കാൻ പറ്റില്ല. ഇത് എടുത്തു വാടാ കുട്ടിയെ. ഞാനേ ഇതൊന്ന് ആ റോഡിലൊന്ന് ഓടിച്ചു നോക്കാം. എന്താ വല്യമ്മ ചക്രഷൂക്കെ ആയിട്ട് വേറെ ലെവലാണല്ലോ. ബസ്സിന് ഓട്ടോക്കൊന്നും പൈസ തരുന്നില്ല. ഇതാണെച്ചാ എണ്ണ അടിക്കേണ്ട, പൈസയും കൊടുക്കണ്ട, സുഖമായിട്ട് അങ്ങോട്ട് പോവാ. ചെറുപ്പത്തിൽ ഇതിട്ട് പഠിച്ചത് നന്നായി, അത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ ഇവിടെ ഒക്കെ തെരഞ്ഞു, കാണാനില്ല. ഞാൻ ആരോടാ ഈ പറയണേ? ഷിഫു, നീ എങ്ങാനും കണ്ടോ ചക്രഷു? ഞാനും കണ്ടില്ല. അല്ല എന്താ പറഞ്ഞ പ്രശ്നം? കുട്ടിയുടെ ഷൂ കാണാനില്ല, അതാണ് ഈ ചോദിക്കണത്. നാളെ വന്ന് പോയില്ല ഇവിടുന്ന്. അന്ന് കട വീട്ടിൽ പോകുമ്പോൾ ഞാൻ കടം മോൻ കൊടുത്തയച്ചാണ്. മോനിപ്പോൾ ഉപയോഗിക്കണില്ലല്ലോ. അപ്പോൾ അത് അവനെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്ന് വെച്ചാൽ ഞാൻ കൊടുത്തയച്ചല്ലേ. മഴയില്ല കൊടുത്തയച്ചേ. ഇപ്പോൾ കൊടുത്തയച്ചപ്പോൾ എത്ര, ഒരു മാസത്തിന് മേലായില്ലേ? ഞാനത് അറിഞ്ഞിട്ട് തന്നെയാ ചോദിച്ചത്. നിങ്ങളുടെ അമ്മ ഇപ്പൊ ചക്രഷൂല നടക്കണത്. അല്ലടി പെണ്ണെ, അതൊക്കെ പറയും. ഉമ്മകത്തുണ്ട്. എന്താണ് ഈ പറയുന്നത്? എനിക്കെന്താ എന്റെ ഉമ്മാനെ പറ്റിയില്ലേ? ഒരു കാര്യം പറയാനേ. എന്താ ഈ പന്റെ കാര്യം? വേഗം പറഞ്ഞേ. എനിക്ക് വയ്യ, ജോലിക്ക് പോക്കും, ലോകത്തെ പണിയും പുറത്തെ പണിയും. അതിന് പിന്നാലെ അവര് വന്നാ അവരുടെ പിന്നാലെ നടക്കേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് അറിയില്ലേ പെയിന്റ് അടിച്ചിട്ട് അധികമായിട്ടില്ലാന്ന്. ഉമ്മയുടെ മുറുക്കാനും അതും ഇതൊക്കെ തെച്ചിട്ട് ഇപ്പൊ ആകെ നാശമാവും. വേഗം പറഞ്ഞേക്കാൻ നോക്കിപ്പോളി. കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയിട്ട് എന്താ കാര്യം? മനസമാധാനം ആ വീട്ടിൽ വേണ്ടത്. മോനെ, എൻ്റെ പെണ്ണ് പറഞ്ഞ ഒക്കെ ഞാൻ കേട്ടു. ഞാൻ എന്നാ പോവാ. എൻ്റെ സുഹൃത്തുമോൻ്റെ അടുത്ത് പോവാ. ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. അല്ലെന്നോ നിങ്ങളുടെ ഉമ്മ പോയോ? ഇപ്പൊ എനിക്ക് സമാധാനടി. നിങ്ങളെന്നെ തല്ലിയില്ലേ? ആൾക്കൊരു അടിയുടെ കുറവുണ്ടെന്നു. ഇത് ഞാൻ അന്ന് വരികയാണെങ്കിൽ ഇന്നിന്റെ അമ്മക്ക് ഗതി വരില്ല. അല്ല വലിയ എന്താ ഇവിടെ ഇരിക്കണേ? മീൻകാരെങ്ങാനും കണ്ടാ? ഞാൻ മീൻകാരനൊന്നും കണ്ടില്ല മോനെ. പോസ്റ്റ്മാനെ കാത്തിരിക്കുകയാണ്. അതെന്താ വല്യമ്മ? ഞാനേ എൻ്റെ മകൻ്റെ കത്തോ മണി ഓർഡർ ഉണ്ടോ നോക്കുക. വല്യമ്മ ആ വരുന്ന പോസ്റ്റ്മാൻ നിങ്ങൾ അന്വേഷിച്ചാള്. അതിജാത്ത ഞാൻ വീട്ടിൽ പോയിരുന്നു. എവിടൊക്കെ അന്വേഷിച്ചുങ്ങളെ ഇവിടെ ഒന്ന് തിരിക്ക. നമുക്ക് വല്ല കത്തുണ്ടോ മോനെ? അതിജാത്ത കത്തുണ്ട് നിങ്ങൾക്കേ. വീട്ടിൽ പോയപ്പോ കണ്ടില്ല. ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോ നിങ്ങൾ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതല്ലേ ഞാൻ അങ്ങോട്ട് ഓടേണ്ടി വന്നത്. ഇവിടെ ഇരിക്കുന്നിട്ട് ഇതാ ഖദീജ മുണ്ടിന വളപ്പിൽ പെരിങ്ങണ്ണൂർ. ഇതാ ഇത് മകന്റെ കത്താ. അതെന്റെ ചെറിയ കത്താണേ. ഇതൊന്ന് വായിച്ചാ. അതിജാത്ത ഇത് ഫുള്ള് വായിച്ചു വരുമ്പോ ഇന്ന് നേരം വെളുക്കും. നിങ്ങൾ ആ പോസ്റ്റ്മാനെ കൊണ്ട് തന്നെ വിളിച്ച് ചെയ്യിപ്പിച്ചോളി. മോനെ ഇതൊന്ന് വായിച്ചാ. വായിച്ചു തരണോ? ഇവിടെ ഇരിക്കും. അസ്സലാമു അലൈക്കും. എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ഉമ്മ വായിച്ചറിയതിന് വേണ്ടി മകൻ റിയാസ് എഴുതുന്നത്.
എനിക്കിവിടെ സുഖമാണ്, അതിലുപരി നിങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു ഉമ്മ. എനിക്കിവിടെ പണിയൊക്കെ കുറവാണ്, നിങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പൈസ അയക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു സമാധാനം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇക്കാക്കാർ അവിടെ ഉണ്ടല്ലോ, അതാണ് എനിക്ക് സമാധാനം. പിന്നെ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം വന്നാൽ ഇക്കാക്കാരോട് ചോദിച്ച് വാങ്ങണം ഉമ്മ. നിങ്ങൾ മരുന്നൊക്കെ നേരം പോലെ കഴിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ അയച്ച പൈസയിൽ നിന്ന് 4000 രൂപ മഹേഷിന് കൊടുക്കണം. അത് ഞാൻ നാട്ടിലുള്ളപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. അതിൽ ബാക്കി 1000 രൂപ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മരുന്ന് മേടിച്ചോളി. അതുകൊണ്ട് ഞാൻ കത്ത് ചുരുക്കുന്നു. അതിന് മാനക്ക് പൈസ കിട്ടിയിട്ടില്ല. അതിന് ഉമ്മ 2 ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നൊക്കെ. അപ്പോൾ കിട്ടിയതിൻ്റെ ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ കത്ത് ചുരുക്കുന്നു. ഉമ്മ ഒരു കാര്യം പറയാൻ മറന്നു. അതിൽ നിന്ന് 500 രൂപ അബുക്കാൻ്റെ കടയിൽ കൊടുക്കണം. ബാക്കി 500 നിങ്ങൾ എടുത്തോളൂ എന്ന് സ്വന്തം റിയാസ്. അസ്സലാമു അലൈക്കും. അപ്പം ഉമ്മ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ? ഇതാ നിൽക്കേ, ഒരുപാട് കത്തുകൾ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാണ്, തിരക്കിലാ. പോട്ടെ. 2 ദിവസത്തിന് 500 ഒന്ന് കടം. പിന്നെയാണ് അനക്ക് ഓരോരോ വടിക്കെട്ടി ഇങ്ങോട്ട് കയറി വന്നോടും. അല്ല മാമ വരുന്നുണ്ട്. വരൂ. എന്താ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന്? നിങ്ങളെങ്ങനെ വന്ന്? ഞാൻ ആ മോൻ്റെ അടുത്ത് പോയേക്കുമ്പോ അവ എറണാകുളം പോവാ, ഡേറ്റൊക്കെ പോയി. പിന്നെ പൈസ വേണ്ട അവൻ്റെ അടുത്താന്ന് വെച്ചാൽ ഗൂഗിൾ പേ എത്ര ഉള്ളത്. എന്നിട്ടൊന്നും ഗൂഗിൾ പേ ഇല്ല. ഞാനവിടെ നടന്നു മാളേ. അല്ല മാളെ, സുൽത്താനം കിട്ടാൻ പോയത്? അവര് രാവിലെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയായിരുന്നു. ചോറുന്നക്കണോ? ചോറൊന്നും തിന്നിട്ടില്ല, കഴിച്ചിട്ട് വയ്യ. എന്നാ ഞാൻ ചോറ് വിളമ്പിത്തരാം, നിങ്ങൾ പോരി. എന്നാ ഇവിടെ പുളിവെള്ളം തന്നെ ഉള്ളൂ. മീനൊക്കെ ഉണ്ടായിട്ട് കുറെ ദിവസമായി. അവർക്ക് പണിയൊന്നും ഇല്ല. ആ വരുന്ന നിങ്ങളുടെ മകൻ. മാനെ, ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. നിങ്ങളിപ്പോ അങ്ങോട്ട് പോയിന്റ് പറഞ്ഞു, ഇക്കാടത്ത് പോയിന്റ് പറഞ്ഞു, അവിടുന്ന് എപ്പോഴാ വന്ന്? മോനെ, ഞാൻ 3 അടുത്തേക്കും പോയി. അവരൊക്കെ വിരുന്ന് പോയിക്കാത്ര. പിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ പോന്നു. മോനെ, എന്നെ ഞാൻ കൊറേ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഉമ്മാനോട് പുറത്ത് തരണം കേട്ടോ. നിങ്ങളോട് ഒരു ദേഷ്യം പിണക്കൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്നോളി, ഉള്ള വെള്ളം കുടിക്കാൻ നിൽക്കും. അതന്നെ ഞങ്ങൾക്കും പറയും, അതന്നെ പറയാനുള്ളത്. നിങ്ങൾ അവിടേക്കും ഇവിടേക്കും നടക്കാൻ നിൽക്കണ്ട വയസ്സ് കാലത്ത്. ഇവിടെ നിന്നോളി, ഉള്ള വെള്ളം കുടിച്ചൂടെ? ഇവിടെ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും ഉള്ള വെള്ളം ഞങ്ങൾ കൊടുക്കാം. മക്കൾ കുടിക്കണ പോലെ നിങ്ങൾക്കും കുടിക്കാം. നിങ്ങളിങ്ങനെ 4 വീട്ടിൽ കയറാൻ നിൽക്കണ്ട കേട്ടാ. ഇനി എവിടേക്കും പോകണ്ട കേട്ടാ.